നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് സംഘർഷം 130 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഹമാസിന്റെ അന്ത്യമടുത്തു എന്നുറപ്പിക്കുകയാണ് ഇസ്രായേൽ സേന. ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ ദിവസങ്ങൾക്കകം സാധിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ വക്താവ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇസ്രായേലിന്റെ ഹമാസിന്റെ സൈനിക മേധാവി യഹിയ സിൻവാറിനെ ഉടൻ പിടികൂടുമെന്നാണ് ഇപ്പോൾ IDF വ്യക്തമാക്കിയിരിക്കുന്നത്. യഹിയ സിൻവാർ ഖാൻ യൂനിസ് പ്രദേശത്തുണ്ടെന്നും അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞിരുന്ന ഭൂഗർഭ തുരങ്കം കണ്ടെത്തിയതായും ഇസ്രായേൽ സേന വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസമാണ് യഹിയ സിൻവാർ നടന്നു പോകുന്ന ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങൾ IDF പുറത്തുവിട്ടത്. ഒക്ടോബർ 7-നുള്ള ദൃശ്യങ്ങളാണെന്ന് പിന്നീട് IDF വ്യക്തമാക്കുകയും ചെയ്തു. ഭൂഗർഭ തുരങ്കത്തിൽ മക്കളോടും ഭാര്യയോടുമൊപ്പം നടന്നു നീങ്ങുകയാണ് യഹിയ സിൻവാർ. അന്ന് മുതൽ യഹിയ സിൻവാറിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ സേന എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഇസ്രായേൽ സേന ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ യഹിയ സിൻവാറിന്റെ അടുത്തെത്തുമെന്നും ഇസ്രായേൽ സേനയുടെ മൊസാദിന്റെ ചാരക്കണ്ണുകൾക്കുള്ളിൽ തന്നെയാണ് ഹമാസിന്റെ സൈനിക മേധാവിയായ യഹിയ സിൻവാർ ഉള്ളതെന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നു. ഒക്ടോബർ 7-ന് ഇസ്രായേലിന്റെ മണ്ണിലേക്ക് ഇറങ്ങി 1400ഓളം വരുന്ന സാധാരണക്കാരെ കൊലപ്പെടുത്തിയ ആ ക്രൂരതയുടെ പ്രധാന ഉത്തരവാദി യഹിയ സിൻവാർ ആണെന്ന് നേരത്തെ ഇസ്രായേൽ ആരോപിച്ചിരുന്നു. യഹിയ സിൻവാറിനെ പിടികൂടുകയാണ് പ്രധാനമായ ലക്ഷ്യമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതാ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് യഹിയ സിൻവാർ തങ്ങളുടെ കൺമുന്നിലുണ്ടെന്നും ഇനി ഒരിക്കലും യഹിയ സിൻവാറിന് രക്ഷപ്പെടാനാകില്ലെന്നും ആത്മവിശ്വാസത്തോടെ പറയുകയാണ് ജൂതപ്പട. റഫയിലേക്ക് ആക്രമണം കടുപ്പിച്ചതോടുകൂടി യുദ്ധം അവസാനിപ്പിക്കാൻ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ ഇസ്രായേൽ സേനയ്ക്ക് മേൽ നൽകപ്പെട്ടിരിക്കുന്നത്. ഈജിപ്തിൽ ഖത്തറിന്റെയും അമേരിക്കയുടെയും നേതൃത്വത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മൊസാദിന്റെ സൈനിക മേധാവി തന്നെ ഈജിപ്തിലെ കെയ്റോവിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ ഇസ്രായേലിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഹമാസിന് മുന്നിലുള്ള വെല്ലുവിളി. റഫയിൽ കൂടി ആക്രമണം കനപ്പെട്ടതോടുകൂടി ഇനി പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലായനം ചെയ്യാൻ ഇടമില്ലാതെ മരണത്തെ മുഖാമുഖം കാണുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ. കാരണം ഇതുവരെ ഗാസയുടെ പല ഭാഗങ്ങളിൽ യുദ്ധം നടന്നപ്പോഴും അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടുകൊണ്ട് ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടണമായ റഫയിൽ എത്തുകയായിരുന്നു ഹമാസിന്റെ ഭീകരവാദികൾ. റഫ എന്ന് പറയുന്നത് അവർക്ക് സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു. കാരണം 15 ലക്ഷത്തോളം അഭയാർത്ഥികൾ നിലവിൽ റഫയിലുണ്ട്. റഫ എന്ന് പറയുന്ന പട്ടണം ഈജിപ്തുമായി ഗാസയുടെ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയാൻ എളുപ്പമാണ്. അഭയാർത്ഥി ക്യാമ്പുകളുടെ അടിയിൽ വലിയ ഭൂഗർഭ തുരങ്കങ്ങളുണ്ട്. ആ തുരങ്കങ്ങളിൽ സുരക്ഷിതമായി ഇരിക്കാൻ കഴിയുമെന്ന് ഹമാസിന്റെ ഭീകരവാദികൾ വിശ്വസിച്ചു. റഫയിലേക്കൊരു ആക്രമണം ഇസ്രായേൽ സേന നടത്തില്ലെന്നായിരുന്നു അവരുടെ പൂർണ്ണ വിശ്വാസം. എന്നാൽ ഹമാസിന്റെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ടാണ് റഫയിലേക്ക് ഇസ്രായേൽ സേന ആക്രമണം രൂക്ഷമാക്കിയത്. 15 ലക്ഷത്തോളം അഭയാർത്ഥികൾ കഴിയുന്നയിടത്ത് ബോംബുകളും റോക്കറ്റുകളും വിക്ഷേപിക്കുമ്പോൾ സാധാരണക്കാർ നിരവധി കൊല്ലപ്പെടുമെന്ന് ഇസ്രായേലിനും അറിയാം, ഹമാസിനും അറിയാം. എന്നാൽ ഹമാസിന്റെ ഭീകരവാദികളെ കൊല്ലുക എന്ന ഏറ്റവും പരമമായ ലക്ഷ്യത്തിന് മുന്നിൽ മറ്റൊന്നും തന്നെ നോക്കേണ്ടതില്ല എന്ന് ഇസ്രായേൽ തീരുമാനിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു പോം വഴിയുമില്ലാതെ മരണം മാത്രം മുന്നിൽ കണ്ട് ഹമാസിന്റെ ഭീകരവാദികൾ കഴിയുന്നത്. ഇസ്രായേലിനെ നേരിടാനുള്ള ആയുധങ്ങളില്ല, വെടിക്കോപ്പുകളില്ല, ഒളിക്കാൻ ഇടമില്ല. വേഷപ്രച്ഛന്നരായി നടന്നാൽ പോലും ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ പിന്തുടരുകയാണ് ഹമാസിന്റെ ഭീകരവാദികളെ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അവരുടെ സൈനിക മേധാവിയായ യഹിയ സിൻവാറിനെ പിന്തുടരുന്നു എന്നുള്ള IDFന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ. 1-2 ദിവസങ്ങൾക്കുള്ളിൽ യഹിയ സിൻവാർ എന്ന കൊടും കുറ്റവാളിയെ തൂക്കുമെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കിയിരിക്കുന്നു. ഒക്ടോബർ 7-ന് നടന്ന കൂട്ടക്കുരുതിയുടെ ഉത്തരവാദി യഹിയ സിൻവാർ ആണെന്നാണ് ഇസ്രായേലിന്റെ പക്ഷം. അതിനിടയിൽ റഫയിൽ നടക്കുന്ന വലിയ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാനുള്ള കടുത്ത സമ്മർദ്ദങ്ങൾ അമേരിക്ക അടക്കം ചെലുത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് വരെ ഈ യുദ്ധത്തിന് പൂർണ്ണമായ പിന്തുണ ഇസ്രായേലിന് നൽകിയത് അമേരിക്കയാണ്.
ആയുധങ്ങളായും വെടിക്കോപ്പുകളായും മറ്റ് യുദ്ധസാമഗ്രികളായും വലിയ തോതിലുള്ള പിന്തുണ ഇസ്രായേലിന് അമേരിക്ക നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ റഫയിലേക്കുള്ള ആക്രമണം ഇസ്രായേൽ വ്യാപിപ്പിച്ചതോടെ വലിയ പ്രതിരോധത്തിലായത് അമേരിക്കയാണ്. റഫയിൽ ഒരു യുദ്ധം കൂടുതൽ രൂക്ഷമായാൽ മരിക്കുക ലക്ഷക്കണക്കിന് സാധാരണക്കാരായിരിക്കും. ഇപ്പോൾ തന്നെ 30,000-ഓളം അടുത്തിരിക്കുന്നു ഗാസയിലെ മരണസംഖ്യ. അതിലേറെയും കുട്ടികളും സ്ത്രീകളുമാണ്. ഇനിയും കൂട്ടക്കുരുതിയെ അനുവദിക്കാനാകില്ലെന്ന് അമേരിക്ക പറയുന്നു. അമേരിക്ക പറഞ്ഞു റഫയിലേക്കുള്ള സൈനിക നീക്കം അരുത്. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ ഇസ്രായേൽ തയ്യാറല്ല. ഇസ്രായേലിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ഹമാസ് എന്ന ഭീകരവാദികളുടെ സമ്പൂർണമായ ഉന്മൂലനം. ആ സമ്പൂർണമായ ഉന്മൂലനം സാധ്യമാകണമെങ്കിൽ റഫയിൽ കൂടി യുദ്ധം നടത്തിയേ തീരൂ. റഫയിൽ ഒളിച്ചിരിക്കുന്ന, റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളായ നേതാക്കന്മാരെ, ഹമാസിന്റെ നേതാക്കന്മാരെ കൊന്നു തള്ളണം. ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്, IDF ലക്ഷ്യമിടുന്നത്. അതിലേക്കുള്ള പ്രയാണത്തിലാണ് ജൂതപ്പട. അതിന് മുന്നോടിയായി അതിന് ആ സാഹചര്യത്തിൽ കനത്ത സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടി വരുന്നു ഇസ്രായേൽ സേനയ്ക്ക്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത നയതന്ത്ര സമ്മർദ്ദം, ഖത്തർ ഇടപെട്ട് നടത്തുന്ന വലിയ സമ്മർദ്ദം, അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം ഹമാസിനെതിരെ മാത്രമല്ല, പശ്ചിമേഷ്യയിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയും ഹൂതികൾക്കെതിരെയും ഇറാനെതിരെയും ലെബനനെതിരെയും ഒക്കെ യുദ്ധം ചെയ്യേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ. അപ്പോഴും ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു, അറബ് രാജ്യങ്ങളോടെല്ലാം തന്നെ ഒരേ സമയം യുദ്ധം ചെയ്യാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ഞങ്ങൾ തയ്യാറാണെന്ന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയ്ക്കെതിരെ നടന്ന ആക്രമണത്തിൽ ലെബനനിൽ 11ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഹിസ്ബുള്ളയും ഇസ്രായേലും ഹിസ്ബുള്ളയും ഒക്ടോബർ 7-ന് ശേഷം ഇസ്രായേൽ രാജ്യവും ഹിസ്ബുള്ളയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ മരണപ്പെട്ടത് 240ഓളം പേർ വരുമെന്നാണ് ലെബനൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതിൽ 170ഓളം ഹിസ്ബുള്ളയുടെ പ്രവർത്തകരും ബാക്കിയുള്ളത് സാധാരണക്കാരുമാണ് കൊല്ലപ്പെട്ടത്. തെക്കൻ ലെബനനിലേക്ക് കനത്ത വ്യോമാക്രമണവും കനത്ത റോക്കറ്റ് ആക്രമണവുമാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സേന നടത്തിയത്. അതിലാണ് 11 സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നത്. മറ്റൊരു വിവരം വരുന്നതനുസരിച്ചാണെങ്കിൽ 4 ഹിസ്ബുള്ള ഭീകരവാദികളെ ഇസ്രായേൽ സേന റോക്കറ്റ് ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തി എന്നുള്ള ഒരു വാർത്തയും പുറത്തു വരികയാണ്. ഇങ്ങനെ ഇസ്രായേൽ ലെബനൻ അതിർത്തിയിൽ കനത്ത സംഘർഷം തുടരുന്നു. ഒരു ഭാഗത്ത് ഹമാസിനെതിരെയുള്ള സൈനിക നീക്കം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനൊപ്പം ഹിസ്ബുള്ളയ്ക്കെതിരെയും ആക്രമണം ശക്തിപ്പെടുത്തുകയാണ് ഇസ്രായേൽ സേന. പക്ഷേ ഇസ്രായേൽ സേനയ്ക്ക് എത്ര ദിവസം ആക്രമണവുമായി പിടിച്ചു നിൽക്കാൻ കഴിയുമെന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. കാരണം അമേരിക്കയുടെയും റഷ്യയുടെയും അടക്കമുള്ള കടുത്ത സമ്മർദ്ദങ്ങളെ എത്ര കാലം അതിജീവിക്കാൻ കഴിയും? റഫയിൽ നടക്കുന്ന സൈനിക നീക്കം വലിയ മനുഷ്യക്കുരുതിയിലേക്ക് പോയാൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്നാൽ ഒരു വെടിനിർത്തൽ കരാർ രംഗത്ത് വരുന്നതിന് മുൻപായി തന്നെ ഹമാസിന് പരമാവധി നാശനഷ്ടം വരുത്തുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങുന്നത്. അതിനുവേണ്ടിയുള്ള വലിയ പോരാട്ടമാണ് ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നത്. ഖാൻ യൂനിസിന് സമീപം നിരവധി കെട്ടിടങ്ങൾ, നിരവധി ഭൂഗർഭ അറകളൊക്കെ തന്നെ തകർത്തിരിക്കുന്നു ഇസ്രായേൽ സേന എന്നുള്ള വിവരം പുറത്തു വരികയാണ്. ഹമാസിന്റെ സൈനിക മേധാവി യഹിയ സിൻവാറിനെ പിടികൂടുമോ എന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ ഉദ്യോഗജനമായി നോക്കിക്കാണേണ്ടത്. യഹിയ സിൻവാർ എന്ന ഹമാസിന്റെ ഭീകര നേതാവിനെ കൂടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയാണ് IDF. യഹിയ സിൻവാറിനെ ഇസ്രായേലിന്റെ ചാരക്കണ്ണുകൾ നിരന്തരമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന് IDF വക്താവ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ്.